ഗോപി, ആ രാധാകൃഷ്ണൻ 250 രൂപ വാടകയ്ക്കുള്ള ഒരു വീട് വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞു. 250 രൂപയ്ക്ക് അങ്ങനെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വീട് എവിടെ കിട്ടാണ് മാവ? നോക്കാന്ന് പറഞ്ഞു. എവിടെ നോക്കി നടക്കുന്നത്? ഇരിക്കുക കോരങ്ങ്. അതെടുത്ത് വെച്ചേ. കഴിക്കാൻ എന്താ വേണ്ടത്? ഓഹോ, ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇപ്പൊ തരാം. പുട്ട് വേണോ ദോശ വേണോ? ഇഡലി. ഇഡലിക്ക് കൂട്ടാൻ ചട്നിയോ സാമ്പാറോ? ചമ്മന്തി. മാങ്ങാ ചമ്മന്തിയോ തേങ്ങാ ചമ്മന്തിയോ? മുളക് ചമ്മന്തി. ആ ശരി, ഞാൻ ആ ജംഗ്ഷൻ വരുന്ന പോയിട്ട് വരാം. നീ ആ ഷർട്ടിങ് എടുത്തേ. വെള്ള ഷർട്ടോ മഞ്ഞ ഷർട്ടോ? നീല. ആ സഞ്ചിയും കൂടെ എടുത്തോ. ഉച്ചയ്ക്ക് കറിക്ക് എന്താ വേണ്ടത്? എന്തെങ്കിലും കുറച്ച് വാങ്ങിച്ചോ. പാവയ്ക്ക വേണോ വെണ്ടയ്ക്ക വേണോ? പടാലിങ്ങ. ആ, ഈ മാസം വാങ്ങിക്കേണ്ട സാധനങ്ങൾ ലിസ്റ്റ് ഇട്ടോ. എപ്പോഴും കാശുണ്ടായെന്ന് വരില്ല, പറഞ്ഞേക്കാം. ഇടവൻ കർക്കിടം ഒരുത്തനും വീട് മാറില്ല, വാങ്ങിക്കുകയില്ല. സാധാരണ ഹൗസ് ബ്രോക്കർമാരെല്ലാം പട്ടിണിയായിരിക്കും. ഞാനിതാ വരുന്നു. ചേട്ടാ, ഒരു പച്ചമാങ്ങ കൂടി വാങ്ങിച്ചോ. എന്തിന്? ഓഹോ, അത് ശരി. ഉറപ്പിച്ചോ? ഇതുവരെ കഴിഞ്ഞില്ലേടി? പെട്ടി ചൂടാവണ്ടേ കൊച്ചേട്ടാ? നീ ഇങ്ങോട്ട് മാറിക്കേ. നീ തേച്ച് തീരുമ്പോഴേക്കും അവിടെ കമ്മിറ്റി മീറ്റിംഗ് കഴിയും. എന്റെ മറ്റേ ഷർട്ട് എന്തിയെ? അണക്കിയിട്ടിരിക്കുക. വിളിക്കണ്ടേ. ആകെപ്പാടെ ഒരു ഉണക്ക ഷർട്ടും ഉണ്ട്. അമ്മേ, എന്താ മോനെ? മോളിന്ന് സ്കൂളിൽ പോയില്ലേ? പോവുകയാണ്. അമ്മ എവിടെ പോകുന്നു? ഇന്നൽപ്പം നേരത്തെ പണിക്ക് വരണമെന്ന് മുതലാളി ഇന്നലെ പറഞ്ഞതാ. അവിടെ ആരോ വിരുന്നുകാർ വരുന്നെന്ന്. എന്തിനാ മോളി വിളിച്ചത്? പാൽക്കാരൻ വന്ന് കുറെ ഒച്ച എടുത്തു പോയി. പലചരക്കടയിൽ ഈ ആഴ്ച കാശ് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ആഴ്ചത്തെയും ബാലൻസ് ഉണ്ട്. വൈകിട്ട് കൊടുക്കാം. ശ്രീധരൻ മുതലാളി ഇന്നലെ വാടക ചോദിച്ചു വന്നിരുന്നു. ഇന്ന് വൈകിട്ട് വരുമെന്ന് പറഞ്ഞു പോയിരിക്കുക. എങ്ങനെയെങ്കിലും വൈകിട്ട് കൊടുക്കാം മോളെ. അമ്മേ, ഞാൻ ചോദിച്ച കാശ് എവിടെ? കാശിപ്പോ ഇല്ലല്ലോ മോനെ. എന്താ ഇത്? എത്ര പ്രാവശ്യമായി ഞാൻ ചോദിക്കുന്നു. മണ്ഡലം പ്രസിഡന്റാണ്, യൂത്ത് വിങ്ങിന്റെ കൺവീനറാണ്. കാശില്ലാതെ ഞാൻ എങ്ങനെ പാർട്ടി ഓഫീസിൽ പോവും? ഈ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലല്ലോ. തരാം മോനെ. എന്ത് തരാ? വൈകുന്നേരം കാശ് തന്നില്ല, എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ആ, വൈകുന്നേരം കളക്ടറേറ്റിലോട്ട് ജാഥ വേറെയുണ്ട്. ഈ അമ്മയ്ക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഞാൻ എങ്ങനെ ജനങ്ങളെ സേവിക്കും? എന്തൊരു കഷ്ടം. ഇതമ്മേ, എല്ലാറ്റിനും കൂടി അത് മതിയാവില്ല. ഇത് കൊണ്ടുപോയിക്കോ. ലക്ഷ്മിയമ്മേ, ഒന്ന് വേഗം തുടക്കി. മേലെല്ലാം തുടക്കണ്ടേ? ശരിയമ്മേ.
രഘു, എന്റെ വിജയനെ കണ്ടോ? വിജയേട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് പുല്ലേപ്പടി കള്ളി ഷാപ്പിന് നിൽക്കുന്നത് കേട്ടു. മണി 12 ഈ വല്യേട്ടൻ എവിടെ പോയിരിക്കുക? മോള് പോയി ഉറങ്ങിക്കോ, അമ്മ നോക്കിക്കോളാം. ആ ദേ വരുന്നുണ്ടമ്മേ. എന്താ? കുടിച്ച് ബോധമില്ലാതെ റോഡിൽ കിടക്കായിരുന്നു. ഞാൻ കണ്ടില്ലായിരുന്നു ഈ വല്ല ബസ്സോ ലോറി കയറുന്നത്. വല്യേട്ടാ, വല്യേട്ടാ, മോനെ, വല്യേട്ടാ, മോനെ, എനിക്ക് വല്യേട്ടാ. എനിക്ക് മോനെ, മോനെ, തനിക്ക് വിശ്വാസം വെച്ചോളൂ. തലയോട് തരാൻ തരും, അമ്മച്ചി ആളെ തരും. വല്യേട്ടാ, മോനെ വിജയ, രമേ, നീ സ്കൂളിൽ പോയില്ലേ? മോനെ എത്ര എനിക്ക് മോനെ, എണീറ്റ് വാ. വാ മോനെ, പതുക്കെ. ആ ടാക്സിക്കാരുടെ കാശ് കൊടുത്തേക്കമ്മേ. വാ കുഞ്ഞേ, നടക്ക്. പിന്നെ ഇതിനാണ് സ്കൂളിൽ പറഞ്ഞേക്കാം. പോകും മോനെ. അമ്മ ഉറങ്ങിയില്ലേ? ഇതമ്മേ, എന്താ ചില കള്ളുകൂടിയന്മാരെ പിടിക്കണ പോലെ. ഇങ്ങോട്ട് വാ മോനെ. എന്താ വല്യേട്ടാ? പിന്നെ ഒഞ്ഞു പോടി. നീ ആര്? നീ എവിടെ നിന്നപ്പോ? എന്താ മോനെ? ഇതാണ് വീട്. അങ്ങോട്ട് ഇങ്ങോട്ട്. അമ്മ, എനിക്ക് എന്റെ വീട് എന്നറിയാൻ പാടില്ലേ? പിടിക്കുക. ഇതാണ് നമ്മുടെ വീട്. ആ, ഞാൻ കുടിച്ചില്ലെന്ന് പറഞ്ഞു. അവർ വിളിച്ചാൽ വന്നിരിക്കുന്നു. ആ, അയ്യോ മോനെ. അത് തന്നെ സൈ. ഇപ്പോൾ നിന്റെ പേരെന്താണ്? ഹദാരി കുഞ്ഞുണ്ണി. ഇതിനൊരു സമാധാനം ഉണ്ടാക്കാതെ ഇന്ന് ഞാൻ അവിടെ നിറങ്ങില്ല. കൊല്ലത്രയെന്നറിയാം. ഇന്ന് അവരവിടെ നിറങ്ങിയാൽ നാളെ 4 ഇരട്ടി വാടക കിട്ടും. ഒരുത്തരും കൃത്യമായി വാടക തരുന്നില്ല. എല്ലാത്തിനും ഞാൻ അവിടെ നടിച്ചിറക്കും. ആ വീടിനകത്ത് കയറുന്നതും അടിയടാ പിടിയടാ കുത്തുകളെന്ന് ഞാൻ പറയും. അത് ഞാൻ ഏറ്റു. നീ അവിടെ ചെന്ന് കൈകാലം പൊക്കിയാലുണ്ടല്ലോ, നിന്റെ എല്ലാവരെണ്ണം ബാക്കി കാണില്ല. പിന്നെ അവിടെ ചെന്ന് ഞാൻ എന്ത് ചെയ്യണമെന്നാ സാറ് പറയുന്നത്? എടാ നാറേ, നീ അവിടെ ചെന്ന് വെറുതെ ജാട കാണിച്ചാ മതി. അത് തന്നെ, അത് തന്നെ. മുതലാളിയോ എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഭാര്യക്കും കുട്ടികൾക്കൊക്കെ സുഖമാണോ? ഓ, മോക്ക് പനി മാറിയോ? പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എന്ത് വിശേഷം?
ഏതായി പയ്യൻ? പയ്യനും എടാ, ഈ പീക്കിന് പെണ്ണിന് പോലും നിന്നെ കണ്ടിട്ട് റവടിയാണെന്ന് തോന്നുന്നില്ലേ? അവള് പേടിച്ച് കാണും, അതാണ് വേഗം പോയത്. നിന്നെ കണ്ടിട്ട് ഒരു അല്ല, ഇത് ആര്? മുതലാളിയോ? സലാമുണ്ട്. കയ്യിൽ വെച്ചത്. ആ മുതലാളി ഇരിക്കേ. അങ്ങനെ ഇരുത്തണ്ട. ഇങ്ങോട്ട് വരെ. നിന്റെ ബീഡി ഉണ്ടോടെ? ഇല്ലല്ലോ സാറേ. ആ പെട്ടിക്കട പോയി ഒരിട്ട് കാജാപിടി തീപ്പെട്ടി മാറ്റുണ്ടോ? പക്ഷേലോ സാധയോ എന്തെങ്കിലും വാങ്ങിക്കണേ, വലിക്കാനല്ലേ. ആ പോ. എവിടെ പോണ്ട? സാറിനൊരു കേട്ട് ബീഡി വാങ്ങിക്കാൻ ചില്ലറയുണ്ടോ സാറേ? നീ ബീഡി മേടിക്കാൻ വന്നതാ? പിന്നെ ഞാൻ നിന്നെ എന്തിനാ കൊണ്ടുവന്നു? നേതാവേ, ഇവരുടെ ബീഡി മേടിക്കാൻ വന്നതല്ല, പിന്നെ വീട് ഒഴിപ്പിക്കാൻ വേണ്ടി വന്നതാ. അതിന് മുതലാളി സ്വന്തം വീട്ടിലല്ലേ താമസിക്കുന്നത്? ഞാൻ സ്വന്തം വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ വാടക തരാതെ താമസിക്കുന്നത് നിന്നേക്ക് ഇവിടെ നിറക്കി വിടാൻ. എന്തിന്? ഞാൻ വീട് വിൽക്കാൻ പോവുകയാണ്. അത് ശരി, അപ്പൊ പിന്നെ സൗകര്യമല്ലോ. എന്തോ? അല്ല, വീട് വാങ്ങിക്കുന്ന ആളുടെ വാടക കൊടുത്താൽ മതിയല്ലോ. ഓ, കുറെ കൊടുക്കുകയും ചെയ്യും. 10-25 കൊല്ലമായിട്ട് നീ ഇവിടെ താമസിച്ചിട്ട് 40 ഉലുവയില്ലാതെ എന്തെങ്കിലും കൂട്ടി തന്നിട്ടുണ്ടോ? തടിമാടന്മാരായിട്ട് 2 ഉണ്ടല്ലോ, എന്ത് പ്രയോജനം? അതെ മുതലാളി, ഞാൻ പറഞ്ഞുതരാം. പ്രാദേശികമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ക്രോഡീകരിച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കാരനായ ഒരു പൗരൻ അമേരിക്കയിൽ അല്ല ആഫ്രിക്കയിൽ 14 വർഷം താമസിച്ചാൽ അവൻ അമേരിക്കൻ പൗരത്വം കിട്ടും. അതുപോലെ കഴിഞ്ഞ കുറെ കാലമായില്ലേ ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നു. ഇനി ഈ വീട് ഞങ്ങളുടെ സ്വന്തമാണ്. കുടിക്കാൻ സോഡയോ മറ്റോ? ചുമ്മാ 10-40 രൂപ തരാന്ന് വെച്ചപ്പോ. അതെ, നിന്റെ ആകുലിക്കേരെ. ഇത് ഇന്ത്യൻ സംസ്ഥാനമാണ്. നിന്റെ രാഷ്ട്രീയ കളിയൊന്നും എന്നോട് വേണ്ട. മര്യാദയ്ക്ക് ഇവിടെ നൊഴിഞ്ഞെന്നില്ലെങ്കിൽ ഞാനിവിടെ നിരാഹാര സത്യാഗ്രഹി. കൈവിട. കാശ് നമസ്കാരം മുതലാളി. ഇവിടെ നമസ്കാരമുണ്ട്. ഓ, വരവ് വെച്ചു. മുതലാളിയുടെ കാര്യം പറഞ്ഞ് ഞങ്ങളിപ്പോ നാക്ക് വായിലിട്ടതേ ഉള്ളൂ അല്ലേ? പറയും. അല്ല, ഇതാര് കുഞ്ചുണ്ണിയോ? നീ എന്താ ഈ വേഷത്തില്? വല്ല ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു? അവിടെ അയ്യോ ചായം. അയ്യോ മഷി. അയ്യോ ഇങ്ങനെ പുള്ളിക്കാരന്റെ വീടിന്റെ അഡ്രസ് അറിയാൻ പാടത്തുണ്ട്, കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാ. സാറ് ഇവനെ ഇതിനു മുമ്പ് അറിയൂ? പിന്നെ ഇവനെന്റെ ഓഫീസിലെ വാച്ച്മാൻ അല്ലേ കുഞ്ചുണ്ണി. ഞാൻ വരട്ടെ. പഴയ അങ്ങോട്ടാ. എന്റെ സ്വന്തം വീടിന്റെ അഡ്രസ് ഞാൻ നിന്നോട് ചോദിച്ചെന്നോ? ഇട കാരമാടാ, നിനക്ക് ചിക്കൻ ബിരിയാണിയും പൊറോട്ടയും മട്ടനും ഈ പ്രായത്തിൽ നിനക്ക് ഐസ്ക്രീം തിന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ മേടിച്ചു തന്നു. നീ ഓടിക്കോടാ, നിന്റെ തലയിൽ ഇടിച്ചു വീഴും. പരമദ്രോഹി. എന്റെ പൊന്നു സാറ്, സാറെങ്കിലും ഇവിടെ നിന്ന് ഒഴിഞ്ഞേരൂ. ഓ പിന്നെന്താ, മറ്റുള്ളവർക്കും ഞങ്ങൾക്കും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ വന്നിട്ട് 5 വർഷമേ ഉള്ളൂ. വാടക കൂട്ടി മേടിക്കുന്നതല്ലാതെ ഒരു വൈറ്റ് വാഷും കൂടി മുതലാളി ചെയ്തിട്ടില്ല. ഇതിനകത്ത് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ ചെയ്തിട്ടുള്ളതാ. വാടക ഇനിയും വേണേ കൂട്ടിത്തരാം, പക്ഷെ ഒഴിയാൻ മാത്രം പറയരുത്. ആ വാടക എടുത്തല്ലേ? എന്റെ പൊന്നു കൂടെ പുറത്തെ, നമ്മുടെ കാര്യം എങ്ങനെയാ? ഉടനെ വഴിയാ. അല്ല, ആശാൻ ഇതുവരെ പോയില്ലേ? അല്ല, ഇവിടെ താമസിക്കാൻ പോകുന്നു. അന്നോ മുതലാളി ഇവിടെ താമസിക്കാൻ പോണെന്ന്. എന്താ താമസിക്കാൻ പോണം? അയ്യോ, ഇവിടെ സൗകര്യം കുറവാണ്. അല്ല, ഉള്ള സൗകര്യം ഞങ്ങൾക്ക് തന്നെ മതിയാകുന്നില്ല എന്ന് പറയാ. ഞാൻ സൗകര്യപ്പെടുത്തിക്കൊള്ളാം.
ആരാ മനസ്സിലായില്ല? ഇവിടുത്തെ മുതലാളി ആരാ? ഞാനാ മുതലാളി. താനോ? പിന്നെ എന്റെ വീട്ടിലെ മുതലാളി ഞാനല്ലേ? ഓ, മോന്ത കണ്ടാലും പറയും മുയലാളി. എന്താ? ഞാനാ മുതലാളി. ഇവിടെ ഒരു മുറി വാടകയ്ക്കുണ്ടെന്നറിഞ്ഞു. മുറി വാടകയ്ക്കുണ്ടെന്നറിഞ്ഞു. ഓ, വാടകയ്ക്ക് താമസിക്കാൻ വന്നതായിരിക്കും അല്ലേ? അതെ, കൃത്യമായിട്ടും വാടക തരാം. പുറത്ത് മുറി വാടകയ്ക്ക് നിൽക്കാണ്ടില്ല അലവരാതികൾ. തന്നെ പോലെ തന്നെ പെട്ടി തൂക്കി പിടിച്ചോണ്ട് വന്നതാ. കൃത്യമായിട്ട് വാടക തരാമെന്ന് പറഞ്ഞു. ഇവിടെ മുറിയില്ല, ഒരു കുന്തുമില്ല. പൊയ്ക്കോളൂ. ഞാൻ അഡ്വാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അഡ്വാൻസ്? നുണ പറയരുത്. ഇല്ല, സത്യമാണ്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എവിടെയോ കണ്ടിട്ടുണ്ട്. എന്താ റൂമിന് വാടക? വാടക 75 രൂപ. അതിൽ കുറയില്ല. കൊടുക്കണ്ട കൊടുക്കണ്ട കൊടുക്കണ്ട. ഇവിടെ ഇക്കാലത്ത് 75 രൂപയ്ക്ക് വീടൊന്നും കിട്ടൂല. പിന്നെ നമ്മുടെ ആളല്ലേ എന്ന് വിചാരിച്ച് സമ്മതിച്ചതാ. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കൊച്ചി പോവാറുണ്ടോ? തരയിട് വന്ന് ഇവിടെ വന്ന്. ഇനി എന്ത് ഈ അലവലാതെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. എത്ര ഉണ്ട് അഡ്വാൻസ്? 200. കൊടുക്കരുത്. വാ കൊടുക്കല്ലേ? വാ വാ. ഇയാളെ ഏത് കിഴങ്ങ്? ഇതാണ് തന്റെ മുറി. ഇതിന്റെ കഥകളെല്ലാം വീക്കാണല്ലോ. ഒറ്റ വീക്കേ പറ്റിയെന്നുണ്ടല്ലോ. 75 രൂപയുടെ റൂമിന് സിൽക്ക് സ്മിതയുടെ ഡാൻസ് വേണം. ഇവിടെ സ്ത്രീകളെല്ലാം ഉണ്ടല്ലോ. രാവിലെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ഇടോ, താൻ ഉറങ്ങി കിടക്കുമ്പോൾ സ്ത്രീകൾ വന്നാൽ തനിക്കെന്താ? താൻ ഉറങ്ങിയല്ലേ? അയ്യോടാ, ഒരു കാരണം കണ്ടുപിടിച്ചിരിക്കുന്നു. പിന്നെ മഴ വന്നാൽ താൻ വീട്ടിലേക്ക് വാ. അവിടെ തന്നെ കിടക്കാം. ബാത്റൂം? ബാത്റൂം എല്ലാവരും കൂടി ഒരെണ്ണം കെട്ടിയിട്ടുണ്ട്. എപ്പോ പോകാൻ മുട്ടുന്നോ അപ്പൊ ഓടി കയറിക്കൊള്ളണം. തനിക്ക് ഇഷ്ടമുള്ളപ്പോ ഇറങ്ങിയാൽ മതി. എന്നാലേ ഉമ്മാര് പഠിക്കൂ. അപ്പൊ ഞാൻ വരട്ടെ. 1-ാം തീയതി കാലത്തെ ഞാൻ കാശിന് വരും. ശരി. നിങ്ങൾ എല്ലാവരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. അടുത്ത 1-ാം തീയതിക്ക് മുൻപ് ഇവിടുന്ന് കാണിയതില്ലെങ്കിൽ ഇവിടെ ഒരു ഷെഡ് കെട്ടി ഞാൻ ചാരായ ഷാപ്പിൽ വാടക കൊടുക്കും. ഫസ്റ്റ് ഐഡിയ. ഗോപിയോട് പറഞ്ഞാൽ നല്ല വാർത്തയെ കിട്ടും. താൻ നിന്റെ കാര്യം നോക്കിയാൽ മതി. ഇരിക്കല്ലേ, എന്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ. എന്റെ കോപ്പിലെ ചിരി, അലവലാദികൾ. എന്താ? അല്ല, ഞാൻ മൂത്രം ഒഴിക്കാനല്ലേ. താനെന്താ ഇവിടെ വന്ന്? ഞാനിവിടുത്തെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് പോകാന്ന് വിചാരിച്ച. വേറെ വിശേഷമൊന്നുമില്ല. അപ്പൊ വരട്ടെ.